ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പായസം വെക്കാൻ സഹായിക്കുന്നത് അമ്മയും ബേബി ആട്ടോ. നമ്മുടെ വീട്ടിലെ പൂക്കളൊക്കെ സുന്ദരമായി വിരിഞ്ഞു നിൽക്കുക കേട്ടോ. പായസം വീട്ടിൽ നിന്നും കാറിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ ബോബി കുട്ടി ഇന്ന് രാവിലെ തന്നെ വല്യമ്മൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു. അവളെ വാശി കാരണം എനിക്ക് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് കൂട്ടേണ്ടി വന്നേ. അങ്ങനെ ഞാൻ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബോബിയോട് ആരെങ്കിലും അച്ഛനെ അടിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ബോബിക്ക് ഭയങ്കര ദേഷ്യമാണ്. ആ ഒരു വീഡിയോ ആണ് കുറച്ച് മുന്നേ കണ്ടത്. ഇന്ന് നമ്മുടെ മുളയരി പായസത്തിന്റെ കൈനീട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോബി തന്നെയാട്ടോ. ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് പായസം കുടിക്കുന്ന കണ്ടില്ലേ. ഇവരൊക്കെ നമ്മുടെ ഫോളോവേഴ്സാണ്. ബോബിയെ പായസം വെക്കുന്നിടത്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ബോബിയെ നോക്കാൻ തന്നെ ഒരാൾ വേണ്ടി വരും. പോയോടും കടയിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ബോബിയും കൂട്ടി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ. അതിനുശേഷം ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ ഒരു സ്കൂളിൽ വാർഷികോത്സവം ഉണ്ട്. അങ്ങോട്ടേക്കാണ് ഇന്ന് പോകുന്നത്. ഇങ്ങോട്ടേക്ക് ഇന്ന് വരാൻ കാരണം എനിക്ക് ചെറിയൊരു അനുമോദന ചടങ്ങൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറൊക്കെ ആയെന്നാണ് ഓരോരുത്തർ പറയുന്നത്. നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ആ പുരസ്കാരമൊക്കെ വാങ്ങി നേരത വീണ്ടും തിരുനെല്ലിക്ക് വന്ന് നമ്മുടെ പിള്ളേരെ കൂട്ടണമല്ലോ. പായസം ഏൽപ്പിച്ചിട്ട് വന്നായിരുന്നു ഞാൻ. അവരെയും കൂട്ടി നേരത വീണ്ടും ചേകാടി സ്കൂളിലേക്ക്. ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം ഈ ഒരു സ്കൂളിൽ നിന്നായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് നേരത പുഴയിലേക്ക് പോയിട്ടാ. ഈ സ്കൂളിന്റെ തൊട്ടടുത്താണ് ഈ വനപ്രദേശവും പുഴയൊക്കെ വരുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാണ് സ്കൂളിന്റെ ഉൾഭാഗം. വയനാട് ജില്ലയിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചേകാടി എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിലെ LP സ്കൂളാണ് കേട്ടത്. അവിടുത്തെ കുട്ടികളുടെ കുറേ പ്രോഗ്രാമുകളൊക്കെ കണ്ടതിന് ശേഷം വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ഞാൻ വീട്ടിലെത്തിയത് കേട്ടോ. ഇനി നാളെ കാണാവേ.